ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് എപ്പിസോഡ് ഓഫ് ഫ്ലോട്ടി. ഇറ്റ്സ് മീ അഖില. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ് ചെയ്യുന്നത്. എനിക്കൊരു ഡ്രസ്സൊക്കെ സെല് ചെയ്യുന്നൊരു ക്ലോത്തിങ് ബ്രാൻഡും കൂടിയുണ്ട്. ഫ്ലോട്ടി ക്ലോത്തിങ് എന്നാണ് പേര്. അതിൽ ഞാൻ കുറേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിടുന്നുണ്ടായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്ത കുറച്ച് ക്രോപ്പ് ടോപ്സ് കാണിച്ച് തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു ഡ്രസ് ഹൾ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലാസ്റ്റ് ടൈം ഞാൻ ചെയ്തൊരു ഡ്രസ്സാണ് ദിസ് വൺ. ഇത് ലെഫ്റ്റ് ഓവർ ഫാബ്രിക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു ക്യൂട്ട് ടോപ്പാണ്. വി നെക്ക് വന്നിട്ട് സ്ലീവ്ലെസ് ആയിട്ട്, പക്ഷേ സ്റ്റിച്ചിങ് ഒന്നും ഇല്ലാത്ത കാണാത്ത ടൈപ്പ് ആണ്. പിന്നെ ക്യൂട്ട് ബോ ഒക്കെ വന്നിട്ട് ഇതിങ്ങനെ കെട്ടുന്ന ടൈപ്പാണ്. അപ്പോൾ നമുക്ക് എത്ര ടൈറ്റ് ചെയ്യണമെങ്കിലും ടൈറ്റ് ചെയ്യാം, ലൂസ് ചെയ്യണമെങ്കിലും ലൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. ദിസ് ഇസ് ഫസ്റ്റ് വൺ. ഇതെനിക്കിപ്പം കുറേ പേര് ചോദിച്ചു, സോ ഞാൻ ഇപ്പം ഇങ്ങനത്തെ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഫാബ്രിക് വേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ തിങ്ക് ചെയ്തിട്ട് ചെയ്തതായിരുന്നു. പക്ഷെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കിത് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് DM ചെയ്താൽ മതി. ഫ്ലോട്ടി ക്ലോത്തിങ്ങിൽ എൻ്റെ അക്കൗണ്ടിൽ ചെയ്താലും ഞാൻ നോക്കാറുണ്ട്. പക്ഷേ മെയിൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഫ്ലോട്ടി ക്ലോത്തിങ് ആണ്. ഇത് വന്നിട്ടൊരു ഷർട്ട് മോഡൽ ക്രോപ്പ് ടോപ്പാണ്. ഷർട്ട് തന്നെയാണ്. ഈ ബട്ടൺസൊക്കെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താ പറയാനുള്ള, ഇതും റീസെൻ്റ്ലി ചെയ്തൊരെണ്ണമാണ്. ഞാൻ ആദ്യം ഇങ്ങനെ എന്താ പറയുക, കോളറുള്ളതൊന്നും ചെയ്യാറില്ലായിരുന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ DM ചെയ്യാം. ഇത് ആക്ച്വലി വന്നിട്ട് ഞാനൊരു ടോപ്പ് അപ്സൈക്കിൾ ചെയ്തെടുത്തതാണ്. എന്ന് വെച്ചാൽ ആ ടോപ്പ് മാറ്റിയിട്ട് ഇങ്ങനൊരു ടോപ്പ് ചെയ്തതാണ്. പക്ഷേ ഇതേ മോഡൽ ഞാൻ ഫാബ്രിക് വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ വേണ്ടവർക്ക് DM ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് വന്നാൽ ഫുൾ പ്ലീറ്റ് ഇട്ടിട്ടാണ്. ഫ്രണ്ടിൽ ബട്ടൺസ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അറ്റാച്ച്ഡ് ആണ്, ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നെക്കിൻ്റെ അടുത്ത് 2 ബട്ടൺസ് വരുന്നുണ്ട്, അത് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ നമ്മൾ പ്ലീറ്റൊന്നും ഇല്ലാത്ത പ്ലെയിനായിട്ടും ഫ്രണ്ടിൽ പ്ലീറ്റും വന്നിട്ടാണ് ഇത് ഫാബ്രിക്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ DMs ചെയ്യാം. ഒരു വൈറ്റ് സാരി വെച്ചിട്ട് പിൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. പക്ഷേ ഇതും ഫാബ്രിക്കുമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു യെല്ലോയിഷ് വൈറ്റ് തന്നെയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇത് എക്സാക്റ്റ് അതുപോലെ വന്നിട്ടില്ല. ബട്ട് ഇത് ഇങ്ങനെ എനിക്കിഷ്ടമായി, സോ ഞാൻ ഇങ്ങനെ എടുത്തു. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് പഫാണ് വരുന്നത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള മോഡലിൽ ചെയ്യാം. ഇത് പിൻട്രസ്റ്റി ആയിട്ടുള്ള, ഇപ്പം റീസെൻ്റ്ലി കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് പിൻട്രസ്റ്റി ഡ്രസ്സ് എന്ന് പറഞ്ഞ് ഈ ഒരു ഡ്രസ്സ്. അങ്ങനെയാണ് ഇത് ചെയ്യാമെന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത്. പിന്നെ റീസെൻ്റ്ലി മോസ്റ്റായിട്ട് ആൾക്കാർ യൂസ് ചെയ്തൊരു സാധനമാണ് ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഷോർട്ട് കുർത്ത ഡേസി ലുക്ക് ഇപ്പം എല്ലാവരും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാനൊരു ഷോർട്ട് കുർത്ത ചെയ്തു.
ഇതൊക്കെ ഞാൻ സ്ലീവ്ലെസ്സാണ് ചെയ്തത്. പക്ഷേ സ്ലീവ് വേണ്ടവർക്ക് സ്ലീവ്, കുറേയൊക്കെ സ്ലീവ്ലെസ്സും കുറച്ചൊക്കെ സ്ലീവ് ഉള്ളതുമാണ് ചെയ്തത്. അപ്പോൾ സ്ലീവ് വേണ്ടവർക്ക് സ്ലീവ് വേണമെന്ന് പറഞ്ഞാൽ സ്ലീവ് വെച്ച് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് സ്വീറ്റ് ഹാർട്ടാണ്. ബാക്കിൽ യു നെക്കാണ് വരുന്നത്. ഒരു ഷോർട്ട് കുർത്ത. ഇനി നമ്മൾ കാണിക്കുന്ന ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്ന ഒരു പെപ്ലം ടോപ്പാണ്. ഇത് ആക്ച്വലി ഒരു സാരി കൊണ്ട് ഫുൾ സെറ്റ്, പെപ്ലം ടോപ്പ്, പാൻറ്റ് ഫുൾ സെറ്റ് ചെയ്തതാണ്. പക്ഷേ പെപ്ലം ടോപ്പ് പല മെറ്റീരിയൽ വെച്ചിട്ടും ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്, എൻക്വയറീസ് വരാറുമുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ അത് വീനെക്ക് വന്നിട്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ്. ഇത് സ്ക്വയർ നെക്ക് വന്നിട്ട് സ്ലീവ് ഉള്ളത്, അത് സ്ലീവ്ലെസ് ആണ്. ഇത് സ്ലീവ് ഉണ്ട്. അടുത്ത വന്നിട്ട് കുറച്ച് ഫുൾ സ്ലീവ് വന്നിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ്. ഇതും പിൻട്രസ്റ്റാണ്. ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട് ഇഷ്ടപ്പെട്ടു ചെയ്തതാണ്. ഈ മെറ്റീരിയൽ വന്നിട്ട് എക്കോബയാണ്. ഇതിൻ്റെ സ്ലീവ് ഫുൾ സ്ലീവാണ്. കൈൻ്റെ അറ്റത്ത് നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട്, ഷോൾഡറിൻ്റെ അടുത്ത് ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് കുറച്ച് ബട്ടൺസ് ഷോക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എക്കോബയാണ്. സോ ചെറുതായിട്ട് സീത്രൂ ആണ്. അതുകൊണ്ട് അടിയിൽ ഇന്നേഴ്സ് സെയിം പിങ്ക് കളറിലോ ബ്ലാക്ക് കളറിലോ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇടാം. പക്ഷേ ബ്ലാക്കാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിങ്കും ഇട്ടിട്ടുണ്ട്. വൈറ്റ് ഇട്ടാൽ എനിക്കത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. അടുത്ത് വന്നിട്ട് ഇത് ഞാനൊരു കോഡ് സെറ്റാണ് ചെയ്തത്. ഇത് 3/4 സ്ലീവ്, അടിയിൽ എലാസ്റ്റിക് ഉണ്ട്. സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ അടുത്തും എലാസ്റ്റിക് ഉണ്ട്. നെക്ക് വന്നിട്ട് സ്ക്വയറാണ്. പക്ഷേ ഫ്രണ്ടിൽ നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു വി പോലെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കും. കുറച്ച് പോർഷൻസ് മാത്രമാണ് ഈ ഒരു എലാസ്റ്റിക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു കോഡ് സെറ്റാണ്. ഇതിന് ടോപ്പിൻ്റെ സ്കേർട്ടാണ് വരുന്നത്. ഒരു സൈഡ് സ്ലിറ്റുള്ള ടൈപ്പ് സ്കേർട്ട്. അടുത്ത് വന്നിട്ട് ഇതൊരു ടോപ്പാണ്. ഇത് പ്ലീറ്റുള്ള കോർലറുള്ള, ഫ്രണ്ടിൽ ബട്ടൺസ് ഉണ്ട്. പക്ഷെ അത് ഫുള്ളായിട്ട് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് അബൌട്ട് ടുഡേ. പക്ഷേ ഇതിലും കൂടുതൽ ക്രോപ്പ് ടോപ്സും ഷോർട്ട് ടോപ്സും ലോങ് ടോപ്പും ഡ്രസ്സസും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. മോർ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ വീഡിയോസ് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടി അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. ബെല്ലൈക്കൺ അടിച്ചാൽ മതി. അപ്പം ഓക്കെ, ബൈ.